കിങ്ഫിഷർ എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നത് രണ്ട് ചിത്രമാണ്. ഒന്ന് കിങ്ഫിഷർ ബിയർ, പിന്നെ ഇന്ത്യയെ പറ്റിച്ചോടിയ തടിച്ചുരുണ്ടിരിക്കുന്ന വിജയ് മാല്യ. വിജയ് മാല്യ അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരനാണ്. കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആഡംബരപൂർണമായ ജീവിതശൈലിയും ഉന്നത സംരംഭങ്ങളും പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റി. വർഷങ്ങളായി അദ്ദേഹം വൈവിധ്യമാർന്ന ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു. മദ്യ ബ്രാൻഡുകൾ മുതൽ റിയൽ എസ്റ്റേറ്റ്, സ്പോർട്സ് വരെ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ വ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സംരംഭങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് കിങ്ഫിഷർ എയർലൈൻസ് ആയിരുന്നു. ഉയർന്ന അഭിലാഷങ്ങളോടെ ആരംഭിച്ച എയർലൈൻസ് ആഡംബരവും ലോകോത്തര സേവനവും വാഗ്ദാനം ചെയ്തു. ഉയർന്നു വരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വാഗ്ദാനമായിരുന്നു അത്. എന്നിരുന്നാലും കിങ്ഫിഷർ എയർലൈൻസ് ഉടൻ തന്നെ കടുത്ത വെല്ലുവിളികൾ നേരിട്ടു. സാമ്പത്തിക കെടുകാര്യസ്ഥത, കനത്ത കടം, മോശം തീരുമാനങ്ങൾ എന്നിവ അതിന്റെ തകർച്ചയിലേക്ക് നയിച്ചു. എയർലൈനിന്റെ പോരാട്ടങ്ങൾ മല്യയെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് രീതികളും പെരുമാറ്റവും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ പലരും ഇപ്പോൾ അദ്ദേഹം രാജ്യത്തെ വഞ്ചിച്ചു എന്ന് കരുതുന്നു. വിജയ് മാല്യയുടെയും കിങ്ഫിഷർ എയർലൈൻസിന്റെയും മുഴുവൻ കഥയും ഈ വീഡിയോ പറയുന്നു. അദ്ദേഹത്തിന്റെ ഉയർച്ച, എയർലൈനിന്റെ തകർച്ച, അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ എന്നിവ കൂടി വിശദീകരിക്കുന്നു. വിജയ് മാല്യ 1955 ഇന്ത്യയിലെ മുംബൈയിൽ ജനിച്ചു. അദ്ദേഹം ഒരു സമ്പന്ന ബിസിനസ് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് അറിയപ്പെടുന്ന ഒരു വ്യവസായിയായിരുന്നു. ചെറുപ്പം മുതലേ മല്യ ബിസിനസ്സുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. പ്രശസ്തമായ സ്കൂളുകളിൽ പഠിച്ചു. പിന്നീട് കൊമേഴ്സിൽ ബിരുദം നേടി. ആദ്യകാലങ്ങളിൽ സംരംഭകത്വത്തിൽ അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചു. വ്യത്യസ്ത ബിസിനസ് മേഖലകളിൽ റിസ്ക് ഏറ്റെടുത്തു. കുടുംബ ബിസിനസ് അദ്ദേഹത്തിന് അവകാശമായി ലഭിച്ചു. പുതിയ മേഖലകളിലേക്ക് അദ്ദേഹം അതിന്റെ വ്യാപ്തി വികസിപ്പിച്ചു. മദ്യം, ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ അദ്ദേഹം ചുവടുവെച്ചു. അദ്ദേഹത്തിന്റെ ബിസിനസ് തീരുമാനങ്ങൾ ബോൾഡ് ആൻഡ് അംബീഷ്യസ് ആയിരുന്നു. 1980കളിൽ അദ്ദേഹം ഇന്ത്യൻ ബിസിനസ്സിൽ വളർന്നു വരുന്ന താരമായി മാറി. അദ്ദേഹത്തിന്റെ ആകർഷണീയതയും ആത്മവിശ്വാസവും അദ്ദേഹത്തിന് നിരവധി ആരാധകരെ നേടിക്കൊടുത്തു. ധൈര്യശാലിയും നൂതനാശയക്കാരനുമായി അദ്ദേഹം പ്രശസ്തി നേടി. മാധ്യമങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ ഒരു പ്ലേ ബോയ് ആയി വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആഡംബരപൂർണമായ ശൈലി അദ്ദേഹത്തെ ഒരു സെലിബ്രിറ്റിയാക്കി. മല്യ ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു പബ്ലിക് ഫിഗർ കൂടിയായിരുന്നു. അദ്ദേഹം ഗ്ലാമറസ് ഇവന്റ്സിൽ പങ്കെടുക്കുകയും ആഡംബര പാർട്ടികൾ നടത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതശൈലി ആഡംബരം കൊണ്ട് അടയാളപ്പെടുത്തി. കാലക്രമേണ അദ്ദേഹത്തിന്റെ സമ്പത്ത് വളർന്നു. പലരും പ്രശംസിക്കുന്ന ഒരു വ്യക്തിഗത ബ്രാൻഡ് അദ്ദേഹം കെട്ടിപ്പടുത്തു. എന്നാലും അദ്ദേഹത്തിന്റെ ആദ്യകാല വിജയങ്ങൾ ഭാവിയിലെ വെല്ലുവിളികൾക്ക് വിത്തുപാകി. അദ്ദേഹത്തിന്റെ അഭിലാഷം അദ്ദേഹത്തെ ചിലപ്പോഴൊക്കെ തിരിച്ചടി നൽകിയ അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ കാലഘട്ടം അദ്ദേഹത്തിന്റെ പിന്നീടുള്ള സംരംഭങ്ങൾക്ക് വേദിയൊരുക്കി. ഈ സമയത്താണ് ഇന്ത്യയിൽ യാത്രയെ പുനർനിർവചിക്കുന്ന ഒരു എയർലൈൻ ആരംഭിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം സ്വപ്നം കണ്ടത്. അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തിൽ വിജയവും റിസ്കും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ബിസിനസ് തിരഞ്ഞെടുപ്പുകളെ രൂപപ്പെടുത്തി. ഈ വർഷങ്ങൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസവും ഭാവിയിലേക്കുള്ള പ്രധാന പാഠങ്ങളും നൽകി. 2005 കിങ്ഫിഷർ എയർലൈൻസ് ആരംഭിച്ചു. ആഡംബരവും ഗുണനിലവാരവും പ്രതിഫലിപ്പിക്കുന്ന ഒരു എയർലൈൻ സൃഷ്ടിക്കാൻ മല്യ ആഗ്രഹിച്ചു. ആഗോള ബ്രാൻഡുകളുമായി മത്സരിക്കാനാണ് എയർലൈൻ ലക്ഷ്യമിട്ടത്. ഇന്ത്യൻ യാത്രക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള സേവനം വാഗ്ദാനം ചെയ്തു. ലോഞ്ചിനൊപ്പം ഗംഭീരമായ പരസ്യ ക്യാമ്പയിനുകളും ഉണ്ടായിരുന്നു. കിങ്ഫിഷർ പെട്ടെന്ന് വിപണിയിൽ ശ്രദ്ധ നേടി. എയർലൈനിന്റെ ലിവറിയും ബ്രാൻഡിങ്ങും വ്യത്യസ്തമായിരുന്നു. അതിൽ ഊർജ്ജസ്വലമായ നിറങ്ങളും ഒരു അതുല്യമായ ലോഗോയും ഉണ്ടായിരുന്നു. പുതിയ എയർലൈനിനെ കുറിച്ച് പലരും ആവേശഭരിതരായിരുന്നു. ടിക്കറ്റ് വിലകൾ ഉയർന്ന നിലവാരത്തിലാണ് നിശ്ചയിച്ചിരുന്നത്. ഈ സേവനം രുചികരമായ ഭക്ഷണവും വിശാലമായ ഇരിപ്പിടങ്ങളും വാഗ്ദാനം ചെയ്തു. അതിന്റെ ആദ്യ വർഷങ്ങളിൽ കിങ്ഫിഷർ അതിവേഗം വികസിച്ചു. ഇന്ത്യയിലും അന്തർദേശീയവുമായും പുതിയ റൂട്ടുകൾ ചേർത്തു. ആധുനിക വിമാനങ്ങൾ എയർലൈൻ സ്വന്തമാക്കി. ബോയിങ്, എയർബസ് വിമാനങ്ങളുടെ ഒരു കൂട്ടം ഇത് പ്രവർത്തിപ്പിച്ചു. മാനേജ്മെന്റ്, ഉപഭോക്തൃ സേവനത്തിൽ വളരെയധികം നിക്ഷേപം നടത്തി. പരിചയസമ്പന്നരായ പൈലറ്റുമാരെയും ക്യാബിൻ ക്രൂവിനെയും അവർ നിയമിച്ചു. ഓൺബോർഡ് അനുഭവം അവിസ്മരണീയമാക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബിസിനസ് റിപ്പോർട്ടുകൾ പ്രകാരം എയർലൈനിന്റെ ഒക്യുപ്പൻസി നിരക്ക് തുടക്കത്തിൽ ഉയർന്നതായിരുന്നു. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ വരുമാനം വർദ്ധിച്ചു. സേവന നിലവാരത്തിന് കിങ്ഫിഷറിന് അവാർഡുകൾ ലഭിച്ചു. വളർന്നുവരുന്ന ഇന്ത്യയുടെ അഭിലാഷത്തെയാണ് എയർലൈൻസ് പ്രതീകപ്പെടുത്തിയത്. നിക്ഷേപകർ അതിന്റെ സാധ്യതകളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തി. സാമ്പത്തിക വിപണികളിൽ നിന്ന് കമ്പനി ഗണ്യമായ ശ്രദ്ധ ആകർഷിച്ചു. ആക്രമണാത്മക മാർക്കറ്റിംഗ് ആണ് കിങ്ഫിഷറിന്റെ വികാസത്തെ പിന്തുണച്ചത്. ട്രാവൽ ഏജൻസികളുമായും കോർപ്പറേറ്റ് ക്ലയന്റുകളുമായും എയർലൈൻസ് പങ്കാളിത്തം വഹിച്ചു. ഉയർന്ന ചെലവുകൾ ഉണ്ടായിരുന്നിട്ടും പ്രാരംഭ ബുക്കിംഗുകൾ ശക്തമായിരുന്നു. പ്രീമിയം സേവനം നൽകുന്നതിനാണ് ബിസിനസ് മോഡൽ നിർമ്മിച്ചത്. ഇന്ത്യ ഒരു ആഡംബര എയർലൈനിന് തയ്യാറാണെന്ന് മല്യ വിശ്വസിച്ചു. എയർലൈനിന്റെ ആദ്യകാല പ്രകടനം പ്രതീക്ഷ നൽകുന്നതായിരുന്നു. വിമാനയാത്രയോടുള്ള അതിന്റെ നൂതന സമീപനത്തെ നിരവധി റിപ്പോർട്ടുകൾ പ്രശംസിച്ചു. ആധുനിക ഇന്ത്യയുടെ പ്രതീകമായി കിങ്ഫിഷറിനെ കണ്ടു. വ്യോമ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കിങ്ഫിഷറിന്റെ തുടക്കം മല്യയുടെ ധീരമായ ഒരു നീക്കമായിരുന്നു. ഫ്ലീറ്റ് നവീകരിക്കുന്നതിൽ അദ്ദേഹം ദശലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ചു. ഒരു സവിശേഷ ബ്രാൻഡ് അനുഭവം സൃഷ്ടിക്കുന്നതിലും എയർലൈൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചുരുക്കത്തിൽ കിങ്ഫിഷർ എയർലൈൻസിന്റെ ആദ്യ വർഷങ്ങൾ ദ്രുതഗതിയിലുള്ള വളർച്ച, ഉയർന്ന സേവന നിലവാരം,
അഭിലാഷകരമായ വിപുലീകരണ പദ്ധതികൾ എന്നിവയാൽ അടയാളപ്പെടുത്തി. ഈ പ്രാരംഭ വർഷങ്ങൾ നിക്ഷേപകരിലും യാത്രക്കാരിലും ശക്തമായ പ്രതീക്ഷകൾ സൃഷ്ടിച്ചു. ആഡംബര വിമാനയാത്രയുടെ വാഗ്ദാനം വ്യാപകമായ ആവേശം സൃഷ്ടിച്ചു. ദ്രുതഗതിയിലുള്ള വികാസം ഇന്ത്യൻ വ്യോമയാന രംഗത്ത് ഒരു പുതിയ യുഗത്തിന് പ്രതീക്ഷ നൽകി. ഈ കാലഘട്ടം ഒരു ഉന്നതിയിലെത്തി. ശക്തമായ തുടക്കത്തിനു ശേഷം കിങ്ഫിഷർ എയർലൈൻസ് നിരവധി പ്രശ്നങ്ങൾ നേരിട്ടു. ഉയർന്ന പ്രവർത്തന ചെലവുകൾ കാരണം എയർലൈൻ ബുദ്ധിമുട്ടി. ഇന്ധന ചെലവും പരിപാലന ചെലവും വളരെ ഉയർന്നതായിരുന്നു. ചെലവ് ഘടന സുസ്ഥിരമല്ലായിരുന്നു. മാനേജ്മെന്റ് നിരവധി മോശം തീരുമാനങ്ങൾ എടുത്തു. അവർ വളരെ വേഗത്തിൽ ഫ്ലീറ്റ് വികസിപ്പിച്ചു. എയർലൈൻ വിലയേറിയ വിമാനങ്ങൾ സ്വന്തമാക്കി. കൂടുതൽ റൂട്ടുകൾ ചേർത്തതിനാൽ പ്രവർത്തന കാര്യക്ഷമത കുറഞ്ഞു. പല വിമാനങ്ങളും ശേഷിക്ക് താഴെയാണ് സർവീസ് നടത്തിയത്. ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ വഹിച്ചില്ല. സാമ്പത്തിക റിപ്പോർട്ടുകൾ വർദ്ധിച്ചു വരുന്ന നഷ്ടങ്ങൾ കാണിച്ചു. കടം അതിവേഗം വർദ്ധിച്ചു. എയർലൈൻ വായ്പകളിൽ വീഴ്ച വരുത്തിയതായി ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്തു. 2008 ആയപ്പോഴേക്കും കിങ്ഫിഷർ 100 കണക്കിന് കോടി രൂപ കടം എടുത്തിരുന്നു. ഓരോ വർഷവും കഴിയുന്തോറും സാമ്പത്തിക ഭാരം വർദ്ധിച്ചു. എയർലൈനിന്റെ പണമൊഴുക്ക് നെഗറ്റീവായി. നിക്ഷേപകർ അതിന്റെ നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്കാകുലരായി. പരസ്യത്തിനും ആഡംബര സേവനങ്ങൾക്കുമായി കമ്പനി ദശലക്ഷക്കണക്കിന് ചെലവഴിച്ചു. ആഡംബര ചെലവുകൾ കാരണം ഓവർഹെഡ് ചെലവുകൾ വർദ്ധിച്ചു. ലാഭവിഹിതം നെഗറ്റീവായി എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമിതമായ അഭിലാഷ വികസനത്തിന് മാനേജ്മെന്റിനെ വിമർശിച്ചു. സാമ്പത്തിക അസ്ഥിരതയെക്കുറിച്ച് ഡയറക്ടർ ബോർഡ് മുന്നറിയിപ്പ് നൽകി. എയർലൈൻ മത്സരാധിഷ്ഠിതമല്ലെന്ന് ബാഹ്യ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. വിമാനത്തിലെ സേവനങ്ങൾ ഉയർന്ന ചെലവുള്ളതായിരുന്നു. പക്ഷേ ആവശ്യത്തിന് യാത്രക്കാരെ ആകർഷിച്ചില്ല. കാലതാമസവും റദ്ദാക്കലും സംബന്ധിച്ച ഉപഭോക്തൃ പരാതികൾ വർദ്ധിച്ചു. ഉപഭോക്തൃ ആത്മവിശ്വാസത്തിൽ ഇടിവ് നേരിട്ടു. കിങ്ഫിഷർ എയർലൈൻസ് ബ്രാൻഡ് ഇമേജ് നിലനിർത്താൻ പാടുപെട്ടു. മോശം ഭരണം സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി. ഇന്റേണൽ നിയന്ത്രണങ്ങൾ ദുർബലമായിരുന്നു. തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ വൈകി. വിപണിയിലെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാൻ എയർലൈൻസിന് കഴിഞ്ഞില്ല. പുനഃക്രമീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും പ്രശ്നങ്ങൾ തുടർന്നു. 2010 ആയപ്പോഴേക്കും നഷ്ടം 100 കണക്കിന് കോടിയാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വർദ്ധിച്ചു വരുന്ന കടം എയർലൈനിനെ പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ നിർബന്ധിതരാക്കി. പുതിയ ഫണ്ടിംഗ് നേടാൻ മാനേജ്മെന്റിന് കഴിഞ്ഞില്ല. മൊത്തത്തിൽ പ്രവർത്തന വെല്ലുവിളികളും സാമ്പത്തിക കെടുകാര്യസ്ഥതയും കിങ്ഫിഷർ എയർലൈൻസിന് ഒരു മാന്ദ്യം സൃഷ്ടിച്ചു. അമിത വികസനത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും ഒരു ക്ലാസിക് ഉദാഹരണമായി ബിസിനസ് നിരീക്ഷകർ ഈ സാഹചര്യത്തെ വിശേഷിപ്പിച്ചു. ചെലവ് നിയന്ത്രിക്കാനും കാര്യക്ഷമമായ സാങ്കേതിക വിദ്യയിൽ നിക്ഷേപിക്കാനും മാനേജ്മെന്റിന്റെ കഴിവില്ലായ്മ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കി. കാര്യക്ഷമമല്ലാത്ത റൂട്ട് പ്ലാനിങ്ങും അമിതമായ ഓവർഹെഡ് വിഭവങ്ങളെ കൂടുതൽ ചോർത്തി. കൃത്യസമയത്ത് പുനഃക്രമീകരിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടത് വീണ്ടെടുക്കലിന് ഇടം നൽകിയില്ല. സാമ്പത്തിക മാതൃക പിഴവുള്ളതും സുസ്ഥിരമല്ലാത്തതുമാണെന്ന് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഈ ഗുരുതരമായ ഘടകങ്ങൾ ഒടുവിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും എയർലൈൻസിന്റെ ദ്രുതഗതിയിലുള്ള തകർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്തു. കിങ്ഫിഷർ എയർലൈൻസ് പ്രതിസന്ധിയിലായതോടെ അതിന്റെ പ്രശ്നങ്ങൾ വിജയ് മാല്യയുടെ വ്യക്തിപരമായ പ്രശസ്തിയിലേക്ക് വ്യാപിച്ചു. മല്യയുടെ ആഡംബര ചെലവുകൾ തീവ്രമായ പരിശോധനയ്ക്ക് വിധേയമായി. വർദ്ധിച്ചു വരുന്ന കടം അദ്ദേഹത്തിന്റെ ബിസിനസ് ധാർമ്മികതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. വായ്പകളിലെ വീഴ്ചയും തിരിച്ചടയ്ക്കാത്ത കുടിശ്ശികയും സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക ക്രമക്കേടുകൾക്ക് അദ്ദേഹത്തിനെതിരെ നിയമപരമായ കേസുകൾ ഫയൽ ചെയ്തു. ആഡംബര നൗകകളും വിലയേറിയ പാർട്ടികളും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ആഡംബര ജീവിത ശൈലിയെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ അധികാരികളുടെ അന്വേഷണത്തിന് വിധേയമായി. അദ്ദേഹത്തിന്റെ കമ്പനികൾ നൽകാനുള്ള വലിയ തുകകൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിക്ഷേപകരും കടക്കാരും നഷ്ടം നേരിട്ടതോടെ പൊതുജനരോഷം വർദ്ധിച്ചു. കോടതിയിൽ എയർലൈൻ അതിന്റെ സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റിയില്ലെന്ന് തെളിവുകൾ കാണിച്ചു. സാമ്പത്തിക ഓഡിറ്റർമാർ അക്കൗണ്ടുകളിലെ പൊരുത്തക്കേടുകൾ ഉയർത്തിക്കാട്ടി. മല്യ കമ്പനി ഫണ്ട് വ്യക്തിഗത നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചതായി ആരോപിക്കപ്പെട്ടു. ഒരു ബിസിനസ് ടൈക്കൂൺ എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തി ഒരു പരാജിതന്റേതായി മാറി. അന്താരാഷ്ട്ര ബാങ്കുകൾ സ്വയം അകന്നു തുടങ്ങി. നിയമ പോരാട്ടങ്ങൾ നിരവധി അധികാര പരിധിയിലേക്ക് വ്യാപിച്ചു. ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ പേര് സാമ്പത്തിക അഴിമതിയുടെ പര്യായമായി മാറി. അദ്ദേഹത്തിന്റെ കേസ് ബിസിനസ് ജേണലുകളിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ രാജ്യത്തെ വഞ്ചിക്കുന്നതാണോ എന്ന് വിശകലന വിദഗ്ധർ ചർച്ച ചെയ്തു. ഈ വിവാദം നിയന്ത്രണ മേൽനോട്ടത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് ആക്കം കൂട്ടി. മല്യ പൊതുജന വിശ്വാസം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പലരും വിശ്വസിച്ചു. വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടത് ബാങ്കിംഗ് മേഖലയെ സാരമായി ബാധിച്ചു. 2016 ആയപ്പോഴേക്കും അധികാരികൾ അദ്ദേഹത്തിന്റെ നിരവധി ആസ്തികൾ മരവിപ്പിച്ചു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അന്താരാഷ്ട്ര വാറണ്ടുകൾ പുറപ്പെടുവിച്ചു. മല്യയുടെ പ്രശ്നങ്ങൾ കോർപ്പറേറ്റ് ഭരണത്തെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചയ്ക്ക് കാരണമായി. അദ്ദേഹത്തിന്റെ കഥ മറ്റ് ബിസിനസ്സുകാർക്ക് ഒരു മുന്നറിയിപ്പ് കഥയായി മാറി. നിയമപരവും സാമ്പത്തികവുമായ വിവാദങ്ങൾ നാടകീയമായ ഒരു പതനത്തെ അടയാളപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പാരമ്പര്യം വിജയത്തിൽ നിന്ന് അഴിമതിയിലേക്ക് മാറി. അദ്ദേഹത്തിന്റെ ദുർഭരണം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിച്ചുവെന്ന് വിമർശകർ വാദിച്ചു. അദ്ദേഹം വിപണി ശക്തികളുടെ ഇരയാണെന്ന് പിന്തുണക്കാർ അവകാശപ്പെട്ടു. എന്നിരുന്നാലും സാമ്പത്തിക ക്രമക്കേടുകളുടെ തെളിവുകൾ ശക്തമായി തുടർന്നു. ബിസിനസ്സിലെ അതിരു കടന്നതിന്റെ അപകടങ്ങളുടെ പ്രതീകമായാണ് മല്യയുടെ കഥ ഇപ്പോൾ കാണപ്പെടുന്നത്. ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തുന്ന സങ്കീർണമായ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണങ്ങൾ വെളിപ്പെടുത്തി.
നിരവധി ഓഡിറ്റുകൾ ക്രമക്കേടുകളും ഫണ്ടുകളുടെ തെറ്റായ വിതരണവും കണ്ടെത്തി. നിയമപ്രക്രിയ വർഷങ്ങളോളം നീണ്ടുനിന്നു. ഇത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി. മല്യയുടെ സ്വകാര്യ ആസ്തികളും കമ്പനി ഹോൾഡിംഗുകളും സൂക്ഷ്മമായി പരിശോധിച്ചു. ഈ സംഭവ വികാസങ്ങൾ നിക്ഷേപകരുടെ വിശ്വാസത്തെയും പൊതുജന വിശ്വാസത്തെയും ഇളക്കിമറിച്ചു. നിയമ പോരാട്ടങ്ങളും അന്വേഷണങ്ങളും തുടർന്നതോടെ അഴിമതി വളർന്നു. വിജയ് മല്യ രാജ്യത്തെ വഞ്ചിച്ചോ എന്ന് പല ഇന്ത്യക്കാരും ചോദിക്കുന്നു. കിങ്ഫിഷർ എയർലൈൻസിന്റെ വൻ കടം പല ബാങ്കുകളെയും ബാധിച്ചു. പൊതു ഫണ്ടുകൾ ജാമ്യത്തിലും വായ്പാ ഗ്യാരണ്ടിയിലും ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് ഇടപാടുകളിലെ സാമ്പത്തിക ക്രമക്കേടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഡംബര ആസ്തികൾക്കായി അദ്ദേഹം നടത്തിയ അമിതമായ ചെലവ് ചർച്ചയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടി. കുടിശ്ശികയുള്ള പണം തിരിച്ചുപിടിക്കാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചുവെന്ന് പല സാമ്പത്തിക വിദഗ്ധരും അവകാശപ്പെടുന്നു. എന്നിരുന്നാലും വിപണി സാഹചര്യങ്ങളും ഒരു പങ്ക് വഹിച്ചുവെന്ന് ചില പിന്തുണക്കാർ വാദിക്കുന്നു. ദൗർഭാഗ്യവും മോശം സമയക്രമവും തകർച്ചയ്ക്ക് കാരണമായെന്ന് അവർ വിശ്വസിക്കുന്നു. വിവാദം ഇപ്പോഴും പൊതു ചർച്ചാ വിഷയമാണ്. മൊത്തത്തിൽ മല്യയുടെ ബിസിനസ് രീതികൾ പിഴവുള്ളതായിരുന്നുവെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. അത് ഇന്ത്യയെ വഞ്ചിക്കുകയാണോ എന്നത് നിയമപരമായ വിധിന്യായത്തിന്റെ വിഷയമാണ്. വിജയ് മാല്യയുടെയും കിങ്ഫിഷർ എയർലൈൻസിന്റെയും കഥ ഒരു മുന്നറിയിപ്പാണ്. അദ്ദേഹത്തിന്റെ ഉയർച്ച അഭിലാഷവും വിജയവും അടയാളപ്പെടുത്തി. അമിത വികസനത്തിന്റെയും മോശം ഭരണത്തിന്റെയും അപകടങ്ങളെ അദ്ദേഹത്തിന്റെ വീഴ്ച കാണിക്കുന്നു. എയർലൈനിന്റെ പരാജയവും നിയമപരമായ പ്രശ്നങ്ങളും നിരവധി പങ്കാളികളെ ബാധിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് ധാർമ്മികതയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ കേസ് ഉയർത്തുന്നു. ശക്തമായ നിയന്ത്രണ മേൽനോട്ടത്തിന്റെ ആവശ്യകതയും ഇത് എടുത്തു കാണിക്കുന്നു. വിജയ് മാല്യ നിലവിൽ UK-യിലാണ്. 2016 ഇന്ത്യ വിട്ടതിനു ശേഷം അദ്ദേഹം അവിടെ താമസിക്കുന്നു. സാമ്പത്തിക ദുരുപയോഗ ആരോപണങ്ങളിൽ ഇന്ത്യൻ അധികാരികളുടെ എക്സ്ട്രഡീഷൻ റിക്വസ്റ്റിനെതിരെ മല്യ പോരാടുകയാണ്. UK-യിൽ ജാമ്യത്തിലാണ് അദ്ദേഹം. ബ്രിട്ടീഷ് കോടതികളിൽ അദ്ദേഹത്തിന്റെ നിയമപരമായ കേസ് തുടരുന്നു. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ഇതുവരെയും ഇന്ത്യയിലേക്ക് കൈമാറിയിട്ടില്ല. ഈ കഥയിൽ നിന്നുള്ള പാഠങ്ങൾ ബിസിനസ്സുകളെ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ആത്യന്തികമായി കിങ്ഫിഷർ എയർലൈൻസിന്റെയും മല്യയുടെയും തകർച്ച കെടുകാര്യസ്ഥതയുടെ അപകട സാധ്യതകളെ ഓർമ്മിപ്പിക്കുന്നു. സത്യസന്ധതയ്ക്ക് മുൻഗണന നൽകാൻ ഈ കഥ എല്ലാവരെയും വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.